ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് തംബ്നെയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരൊറ്റ വീഡിയോ കൊണ്ട് എങ്ങനെ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് നേടിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ്. ഇതെന്തായാലും 100% ഉറപ്പാണ്. ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോസ് ഫുള്ളായി കാണണം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തംബ്നെയിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും. ഒറ്റൊരു വീഡിയോ കൊണ്ട് നമുക്ക് എങ്ങനെ 500 സബ്സ്ക്രൈബേഴ്സ് നേടാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പറയാൻ പോണത്. എന്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം യൂട്യൂബ് തുടങ്ങുമ്പോഴൊക്കെ ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്തു. അതിൽ വന്നിട്ട് 545 വ്യൂസ് ആണ് പോയത്. ഒരു 10 ലൈക്ക് തന്നെ അതിൽ എനിക്ക് കിട്ടിക്കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 30 വീഡിയോളം, ഒരു 25-30 വീഡിയോളം ഞാൻ ചെയ്ത് കാണും. ആ ചെയ്തതിൽ വന്നിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സേ ഒരു 30-40 സബ്സ്ക്രൈബേഴ്സ് തന്നെ പോയത്. അതേപോലെ എല്ലാരെ വീഡിയോസിന്റെ താഴെയിലും 100% സപ്പോർട്ട് ഉറപ്പ്, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കാണിക്കൂലേ. ആ മെസ്സേജിലെല്ലാം കയറി എനിക്കും ഞാനും സപ്പോർട്ട് ചെയ്യാൻ ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും മെസ്സേജ് അയക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് 40-50 അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എനിക്ക് ഫാമായിട്ട് പോയിട്ടുമുണ്ട്. അതിലുള്ള ഒരു വീഡിയോ ഞാൻ പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യം എന്താണ് ഇന്ന് നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ എങ്ങനെ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. കാരണം എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് നിങ്ങൾ എന്റെ ആ ഒരു വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം, അതിൽ എനിക്ക് വന്നിട്ട് ലൈക്കും 500 സംതിങ് ആണ്. അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് 500, 520, 515 എന്തോ അങ്ങനെ സബ്സ്ക്രൈബേഴ്സും എനിക്ക് ആ ഒരു ഒറ്റ വീഡിയോന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ആദ്യം ചെയ്യണോ വേണ്ടയോ, എങ്ങനെ സത്യം പറഞ്ഞ ഞാൻ വന്നിട്ട് ഓരോ വീഡിയോ എടുക്കുമ്പോഴും ഇത് ചെയ്യണോ, ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആ ഒരു വീഡിയോ എങ്ങനെയോ ശരി ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാലേ മനസ്സിലാവും. ഞാൻ അത്രയ്ക്ക് പ്രിപ്പയർഡ് ആയിട്ടൊന്നും അല്ല ആ വീഡിയോ ചെയ്തതേ. ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. എന്ന് വെച്ചാൽ ഞാൻ എത്രയും വീഡിയോ ചെയ്തിട്ട് എനിക്ക് അധികം ഫോളോവേഴ്സോ വ്യൂസ് ഒന്നും പോയിട്ടില്ല, ലൈക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതും ഇങ്ങനെ ആയിരിക്കും, അതേപോലെ തന്നെ ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ചെയ്തൊരു വീഡിയോ ആണ് എനിക്ക് ഇത്രയ്ക്ക് വ്യൂ പോയതും അതേപോലെ സബ്സ്ക്രൈബർ കിട്ടിയതും. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. ചിലവർ ആ വീഡിയോ ചെയ്ത് കാണും. ഈ ചെയ്യാത്തവരും അതേപോലെ നമ്മളെ പ്രമുഖർക്കുള്ള നമ്മൾ ചില വീഡിയോ ഒക്കെ കാണൂലേ, അതിലൊക്കെ നമ്മൾ ചെന്നിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് 400, 300, 40, 20 സബ്സ്ക്രൈബ് ഒക്കെ വാങ്ങിക്കൂലേ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മൾ അങ്ങനെ കിടന്ന് കെഞ്ചി വാങ്ങിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒരിക്കലും നിലനിൽക്കൂല. കാരണം അത് സ്പാം ആയിട്ട് പോകും. ഇത് നമ്മൾ ചെയ്തൊരു വീഡിയോ ക്ലിക്കായി നമുക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് തന്നെ നമുക്ക് എപ്പോഴും നിലനിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാന്നേ വിചാരിച്ചത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വീഡിയോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പ് തരെയാണ്, നിങ്ങൾക്കൊരു 50 അല്ലെങ്കിൽ 100, ചിലപ്പോ 1K കിട്ടാം, ചിലപ്പോ 50 കിട്ടാം, ചിലപ്പോ 60 കിട്ടാം, 100 കിട്ടാം. എന്നുവെച്ചാൽ സ്ലോ എന്നുവെച്ചാൽ ഞാൻ വന്നിട്ട് ഒരു വീഡിയോ ചെയ്ത് എനിക്ക് അത്രയും 10K അടിക്കാത്ത ഒരു വീഡിയോ എനിക്ക് വന്നിട്ട് 10K അടിച്ചെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കും അത് നേടാൻ പറ്റും, അത് ഉറപ്പാണ്. എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയെങ്കിൽ എന്തായാലും നിങ്ങൾക്കും 500 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിരിക്കും. എത്ര പേര് നിറയെ ഫോളോവേഴ്സ് വരുന്നവർ കാണും. അപ്പൊ അവർക്കൊക്കെ കൂടുതൽ സബ്സ്ക്രൈബർ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എനിക്ക് വന്നിട്ട് 500 ആണ് കിട്ടിയത്. അത് ഞാൻ ഉറപ്പ് പറയാം, എനിക്ക് 500 ആണ് കിട്ടിയത്. അതിലുള്ള ലൈക്ക് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ആ ലൈക്കിനനുസരിച്ച് തന്നെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. നിങ്ങൾക്ക് എന്റെ ചാനൽ എടുത്ത് നോക്കിയിട്ട് ഷോർട്സിൽ വന്നിട്ട് 10K 11K എന്ന് കിടപ്പുണ്ട്. ഇപ്പൊ ഒരു വീഡിയോ ചെയ്തില്ല, 10K 11 പ്ലേ ബട്ടന്റെ ഒരു കോമഡി പോലത്തതാണ് ഞാൻ ചെയ്തത്. അതിൽ നിന്നാണ് എനിക്ക് വന്നിട്ട് 500 സംതിങ് കിട്ടിയത്. നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് അതിൽ നിന്നൊരു
ഫോളോവേഴ്സ് കിട്ടാതെ സബ്സ്ക്രൈബേഴ്സ് കിട്ടാതെ ഇരിക്കത്തില്ല. ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കും. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് വരുന്നുണ്ടോ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് എനിക്ക് വന്നിട്ട് കമന്റ്മെന്റ് ആയിട്ട് അറിയിക്കണം. എന്തായാലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഓരോ കമന്റ്മെന്റ് ആയിരിക്കും അടുത്ത് വരുന്നവർക്ക് ഈ വീഡിയോ കാണാനും ശരി ഇതിൽ നിന്ന് നമുക്ക് ഇത്രയും കിട്ടി എന്നുള്ള ഉറപ്പ് വരുത്താനും എല്ലാം സഹായിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആരും വന്നിട്ട് ഒരിക്കലും ഇത് ചെയ്യണ്ടേന്ന് നമ്മൾ എത്രയോ കഷ്ടപ്പെട്ട് ഓരോ വീഡിയോകൾ ചെയ്യുന്നു, അതിലൊന്നും നമുക്ക് ഒരു വ്യൂവും ഇതൊന്നും കിട്ടിയിരിക്കൂല. പക്ഷെ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതെനിക്ക് ചെയ്യാൻ ഒരുമാതിരി, എനിക്ക് വേണ്ട, ഞാൻ ഇത് ചെയ്യൂല എന്നൊന്നും ആരും വിചാരിക്കരുത്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നെങ്കിൽ അത്രയും ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നെങ്കിൽ എത്രയോ നല്ലതാണ്. നമ്മൾ വെറുതെ ഓരോരുത്തരത്ത് ചെന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടി ആ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തു നോക്കണം. ചെയ്ത് അതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് സബ്സ്ക്രൈബർ കിട്ടിയിരിക്കും. കിട്ടുകയാണെങ്കിൽ എനിക്ക് വന്ന് കമന്റ്മെന്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. നിങ്ങൾ എന്തായാലും ആ വീഡിയോ ചെയ്തിട്ട് എനിക്ക് കമന്റ്മെന്റും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബർ ചെയ്തിട്ട് എല്ലാ കമന്റ്മെന്റിൽ അറിയിക്കണം. ഓക്കെ, ബൈ, ടാറ്റാ.